ഞങ്ങൾക്ക് മീനെ കിട്ടി. വേറെ കിട്ടി. നീ പോയി ജീവിക്കണം. ഞങ്ങളുടെ ഉള്ളത് 80s and 90s ആണ്. കാനഡയിൽ ഇപ്പോൾ 7 മണി ഇങ്ങനെ കട്ട് എന്താ എൻ്റെ അമ്മ വിളിക്കുന്നു. ഭയങ്കര വെയിൽ എനിക്ക് കാണുന്ന പോലും. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. സോ ഞങ്ങൾ ഇന്ന് ഒരു ഫിഷിംഗ് വ്ലോഗാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. ഞങ്ങൾ ഭയങ്കര സഡൻ ആയിട്ട് ഇട്ടൊരു പ്ലാനാണ്. അപ്പൊ ഞങ്ങളുടെ ഫ്രണ്ട്സ് ഇപ്പൊ ഞങ്ങളെ പിക്ക് ചെയ്യാൻ വരും. ഞങ്ങൾക്ക് ഒരു 10 minutes തന്നിട്ടുണ്ട് ഒന്ന് റെഡിയാകാൻ. അപ്പൊ ഞങ്ങൾ പെട്ടെന്ന് റെഡി ആയിട്ട് അവിടെ വെച്ച് നോക്കാം. ഇവിടെ ഭയങ്കര ചൂടൊക്കെയാണ്. അപ്പം നോക്കാം. ബൈ. അപ്പൊ അവിടെ വെച്ചോണം. ഞാൻ കുറേ നേരമായിട്ട് ഇവിടെ റെഡി ആയിരിക്കും. പക്ഷേ എൻ്റെ ഫ്രണ്ട് റെഡി ആയിട്ടില്ല. അപ്പൊ ഞങ്ങൾ റെഡിയായി. ഇവിടുന്ന് 45 minutes എന്തോ 45 minutes ആണ് ആ ലേക്കിലോട്ടുള്ള ഡിസ്റ്റൻസ്. അപ്പൊ ഞങ്ങള് അങ്ങോട്ട് പോയിട്ട് കാണും. സോ ഗൈസ്, നമുക്ക് ഇവിടെ ഫിഷിംഗ് ചെയ്യണമെങ്കിൽ നമുക്ക് ലൈസൻസ് ഒക്കെ എടുക്കണം. സോ അത് തന്നെയല്ല, ഞങ്ങളുടെ ചൂണ്ടയാണ് ഈ ബാഗിലുള്ളത്. അതിന്റെ ഫുഡൊക്കെ അകത്താണെന്നല്ല. ഞങ്ങൾ ഞങ്ങളുടെ ഫ്രണ്ടിന്റെ ട്രക്കിലാണ് പോകുന്നത്. പ്രക്ഷോഭ് അണ്ണൻ എത്തിയിരിക്കുകയാണ്. സ്റ്റൈൽ മണ്ണൻ. ഈ ചൂടും പിടിച്ചയാള് കൂടി ഇട്ടിട്ട് എവിടുന്നോട്ട് സോ നമ്മള് ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഒരു കോഫി മേടിച്ചിട്ട് നമ്മൾ നേരെ അങ്ങോട്ട് പോവാണ്. ഒരു പ്രശ്നം എന്ന് വെച്ചാൽ കാനഡയിൽ നല്ല ചൂടാണ്. അപ്പം ഇതിപ്പം എത്ര മണിയായി? ഐ തിങ്ക് 7:38. ഇന്ന് സൺസെറ്റ് കാണിക്കുന്നത് 10:30 സംതിങ്. അപ്പം നല്ല ചൂടാണ്. അത് കാരണം ഞങ്ങൾ ഇച്ചിരി ലേറ്റ് ആയിട്ട് ഇറങ്ങിയത്. പിന്നെ സൺസെറ്റും ഒത്തിരി കഴിഞ്ഞായതുകൊണ്ട് നമുക്ക് കുറെ സമയം സാൻഡിക്ക് എന്താ തോന്നുന്നത്, നമുക്ക് ഇന്ന് മീൻ കിട്ടുമോ ഇല്ലയോ? മീൻ കിട്ടും. ലാസ്റ്റ് ടൈം പോകുമ്പോൾ മീൻ കിട്ടിയില്ല. അപ്പൊ ദിസ് ടൈം മീൻ കിട്ടുമായിരിക്കും. മീൻ കിട്ടിയാലും കിട്ടിയില്ലേലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. അവിടെ പോയിരിക്കാൻ നല്ല രസമാണ്. എനിക്കിഷ്ടം അവിടെ പോയിരിക്കുന്നത്. അപ്പം നമുക്ക് ട്രൈ ചെയ്യാം. പിന്നെ നമ്മൾ ആൻ്റണിയുടെ ഞങ്ങളുടെ ഫ്രണ്ട് ആൻ്റണിയുടെ സാധനങ്ങളാണ് എല്ലാം കൊണ്ടുവന്നത്. ഇത് ആൻ്റണിയുടെ ട്രക്കാണ് കേട്ടോ. ഇതാണ് ആൻ്റണി. ഹായ് ആൻ്റണി. ഹായ് പറഞ്ഞേ. അയ്യോ പാവാൻ. ഇവിടെ ഒരു വഴി അകത്തേക്ക് കിടില സ്ഥലം. ഞങ്ങളുടെ കൂടെ ഉള്ളത് 80s and 90s ആൾക്കാരാണ്. ഇങ്ങനത്തെ പാട്ട് നമുക്ക് കേൾക്കാൻ പറ്റും. വേറെ പുതിയ പാട്ടൊന്നും പറഞ്ഞിട്ടായിരിക്കും കേൾക്കുന്നത്. ചിറാപ്പൂജിയൊക്കെ സൂപ്പർ പാട്ട് സംഭവിക്കുന്നില്ല. നമുക്കിന്ന് മീൻ കിട്ടുമോ ഇല്ലയോ എന്ന് എല്ലാവരോടും ചോദിച്ചു നോക്കാം. ഞാൻ പറയുന്നു ഒരു 50-50. ചിലപ്പോൾ കിട്ടും. പ്രക്ഷോഭേട്ട മീൻ കിട്ടുമോ ഇല്ലയോ? കിട്ടുമായിരിക്കും. ഓക്കെ, ആന്റണിയോട് ചോദിച്ചു നോക്കാം. മീൻ കിട്ടും എന്ന് കിട്ടിയിരിക്കും. നമ്മൾക്ക് മഴക്കാറൊക്കെ ഉണ്ട്. മഴ പെയ്യത് കാണിച്ചിട്ടില്ല. നമ്മളിപ്പം ഡാൽബർഗ് ലേക്കിൽ എത്തിയിരിക്കുകയാണ്. കുറച്ച് പേരൊക്കെ ഉണ്ട്, അറിയത്തില്ല, കുറെ പട്ടികൾ. ഇതാണ് ഗൈസ് ആ ലേക്ക്. ഞാൻ ഫസ്റ്റ് ടൈം ഒരു കാലില്ലാത്ത പട്ടീനെ കാണാം. ഭയങ്കര ക്യൂട്ടായിട്ടുണ്ടാവും. അയ്യോ പാവം പട്ടി. ഇവിടെ നിന്ന് ആളുകളൊക്കെ ഉണ്ട്. ആ ഫിഷിനെയൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. ഇതാണ് ഇവിടെ ഈ ലേക്കിലുള്ള ഫിഷ് ഒക്കെ. ഫിഷ് 50 സെന്റിമീറ്റർ ഉള്ളതൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അതെല്ലാം ചെറുതാണ്. നമ്മൾ പിടിക്കണമെങ്കിൽ തിരിച്ചിടണം, അല്ലെങ്കിൽ
ഇത്തിരി ഫൈൻ അടിക്കും. ഇവിടെ 2 ക്യൂട്ട്, ഇവിടെ അല്ല 3 ക്യൂട്ട് പട്ടികളുണ്ട്. നല്ല രസമാണ്. അതാണ് ഞങ്ങൾ നമ്മൾ വന്നപ്പം ഇത് കണ്ടോ നമ്മുടെ ജീവനുള്ള വരകൾ. ഇതിനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഫിഷിനെ പിടിക്കാൻ. ഇതും നമ്മൾ ഉപയോഗിക്കും. കയ്യിൽ കൊള്ളാതെ നോക്കണേ. ഓക്കെ, ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് മീൻ പിടിക്കാം. ഇത് നമ്മുടെ നാട്ടിലിടുന്ന നോർമൽ ചൂടാണ്. പലതരം സാധനങ്ങളുണ്ട്. കളറ് വേറെ സാധനം വരും. ഇത് കണ്ടോ, ഞാൻ ഇത് ഒറിജിനൽ ഒന്നും അല്ല. ഇതൊരു ബൈറ്റുകൾ. ഇതൊക്കെ ഈ ചൂണ്ടയിൽ മീനെ പറ്റിക്കാറുണ്ട്. പക്ഷെ ചില മീനൊക്കെ മണ്ടൻ മീനുകളാണ്, ചില മീനുകളൊക്കെ ബുദ്ധിമാന്മാരാണ്. ഞങ്ങൾക്ക് മീനെ കിട്ടുമോ? മീനെ കിട്ടും. ഓക്കെ, നമുക്കിങ്ങനെ ഇവിടെ മീനൊക്കെ ഇങ്ങനെ ചാടി ചാടി പോകുന്നതാണ്. ഫിഷിനെ കിട്ടിയിട്ടുണ്ട്. ചെറുതാ, അപ്പൊ നമ്മൾ തിരിച്ചു വിടും. ഇതിനെ നമുക്ക് എടുക്കാൻ പറ്റില്ല, കേസ് ഇത് 50 സെന്റിമീറ്ററിന് താഴെയാണ്. സോ നമ്മൾ ഇതിനെ തിരിച്ചു വിടണം. അതാണ് ഇവിടുത്തെ റൂൾ. ബൈ. നമുക്ക് കിട്ടി, പക്ഷെ നമ്മൾ തിരിച്ച് വിടുക കേട്ടോ. ഓക്കെ, നീ പോയി ജീവിക്കണം മോനെ. ഫിഷിനെ തിരിച്ചു വിട്ടിരിക്കുകയാണ്, കാരണം അതിന് 50 സെന്റിമീറ്റർ താഴെയായിരുന്നു. കുഞ്ഞു മീനായിരുന്നു ഗൈസ്. സോ പോയി. ആന്റണി വേറൊരു മീനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. അതിനെ ഇപ്പം ചൂണ്ടിടാൻ പോവാണ്. നോക്കാൻ കിട്ടുമെന്നേ. ഞങ്ങൾക്ക് മീനെ കിട്ടി. ഹായ്. പിന്നെ ഒരെണ്ണം കിട്ടി. ഞങ്ങൾക്ക് തമ്മിൽ വേണമായിരുന്നു. ഓക്കെ ഗൈസ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫിഷിന് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇതിനെ നമ്മൾ തിരിച്ചെടുത്തില്ലേ? ഓക്കെ, എന്നിട്ട് അവസാനം തിരിച്ചടക്കി ഇനി വലിക്ക് കറക്ക്. ഇത് ഓരോ ലക്കാണ്. ചിലപ്പോ കിട്ടും, ചിലപ്പോ കിട്ടത്തില്ല, അറിയത്തില്ല. നോക്കാം. You catch the fish, I think. Let's hope. Very heavy. Yeah. No. That's a bead. മീനെ പിടിച്ചാലേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ, അല്ലാത്തെങ്കിൽ നമുക്കെല്ലാം തിരിച്ച്. ഇതിൻ്റെ തൊട്ട് താഴെ 2 മീൻ കറങ്ങി നടപ്പുണ്ട്, പക്ഷെ ബീച്ച് എടുക്കുന്നില്ല, അറിയത്തില്ലെന്ന്. നോക്കട്ടെ, മീനെ കാണാവോ? കണ്ടോ ആ മീൻ? പക്ഷേ ബീറ്റ് എടുക്കുന്നില്ല, അതാണ് പ്രശ്നം. കിട്ടിയോ? ഇല്ലല്ലേ, അവൻ ആ മീനും കൊണ്ടുപോയി. ഗൈസ്, ഞങ്ങൾക്ക് ഫൈനലി മീൻ കിട്ടി, പക്ഷെ ഞങ്ങൾക്ക് തിരിച്ച് ഇടേണ്ടി വന്നു. വേറെ കിട്ടി. ഓക്കെ, അതും അണ്ടർ 50 സെന്റിമീറ്റർ ആണ്. സോ അതിനെ ഞങ്ങൾക്ക് തിരിച്ചിടേണ്ടി വരും. ഓക്കെ, അപ്പൊ ഞങ്ങൾക്ക് ടോട്ടൽ 3 ഫിഷിനെ കിട്ടി, പക്ഷെ 3 എണ്ണത്തിനെ ഞങ്ങൾ തിരിച്ചു വിട്ടു. അപ്പൊ ഞങ്ങള് ഓർത്തു എന്നാ ഇവിടെ നീ കുറച്ച് നേരം ഇരുന്നിട്ട് പോകാം. അപ്പം അത്രേ ഉള്ളൂ. സോ ഞങ്ങളുടെ ഫിഷിംഗ് വ്ലോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ ഇത്ര നേരം കണ്ടിട്ടുണ്ടെങ്കിൽ താങ്ക് യു. നെക്സ്റ്റ് വ്ലോഗിൽ അപ്പോൾ നമുക്ക് കാണാം. ഓക്കെ, ബൈ.